നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ട സന്തോഷത്തെ തടുക്കുന്ന ഏറ്റവും പുറത്തെ ലെയറാണ് ഡിസയർ ലെയർ. ഒരുപാട് ബാഹ്യ സ്വാധീനങ്ങളൊക്കെ ഉള്ള ലെയറാണിത്. ഈ ഡിസയർ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മൾ ഇല്ലാത്ത കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ, ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് തെറ്റായി മാറും. നമ്മൾ കൂടുതൽ അൺഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് നാച്ചുറലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നാച്ചുറൽ മാത്രമല്ല, ഇത് നമ്മളെ ഫോഴ്സ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വിശദമാക്കി തരാം. എങ്ങനെ ഈ ലെയറിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ എക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. നമ്മുടെ മനസ്സ് എപ്പോഴും അറ്റാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അടുത്ത നിമിഷം അത് ഫേസ്ബുക്കിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് വരാറുണ്ട്. അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ കുക്കി യൂട്ടിലൈസേഷൻ, നമ്മൾ ഒരുപാട് ലൈസൻസ് എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ വായിച്ചു പോലും നോക്കാതെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കമ്പനീസ് നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. ഫെയർനെസ് ക്രീം അഡ്വർടൈസ്മെൻറ്റ്സ്, ഹെയർ ഗ്രോത്ത് ഓയിൽ, ഇതുപോലുള്ള ചില എക്സാമ്പിൾസ് നമുക്കറിയാം. പണ്ട് മുതലേ അവർ സൈക്കോളജിയിൽ, നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഒരു പഴങ്കഥയാണ് ശരിക്കും. ഇപ്പോൾ ഈ കമ്പനീസ് നമ്മുടെ ഫിസിക്കലി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൻസസിനെ അവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫേമസ് സൂപ്പർ മാർക്കറ്റ് റീറ്റെയിൽ ചെയിനിൽ അവർ ഫുഡ് ഐറ്റം വെച്ചിരിക്കുന്നിടത്ത് അവർ ഫ്ലേവേർഡ് സ്പ്രേ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈം ഇടവിട്ട് അവർ ഒരു പ്രത്യേക സ്മെല്ല് അവർ സ്പ്രേ ചെയ്യും. ഈ സ്പ്രേ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഫുഡിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കും. പർട്ടിക്കുലർ സമയത്ത് അവരെ 30% വരെ ഒരു സെയിൽസ് ഇൻക്രീസ് ആയി എന്നവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്ന ചില എക്സാമ്പിളാണ്. നമുക്കൊരു അതിർത്തി വെക്കണം. നമ്മൾ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു അതിർത്തി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലേക്ക് വരുന്ന ഇൻഫ്ലുവൻസസിന് നമ്മളൊരു റെസ്ട്രിക്ഷൻ വെക്കണം. നമ്മൾ എന്താണ് ശരിക്കും വേണ്ടതെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ട്രൂലി വാട്ട് യു വാണ്ട്, യു ഹാവ് ടു ഡിഫൈൻ ദാറ്റ്. ഒരിക്കൽ US വളരെ പണ്ടാണ്, ഒരു 70s or 60s US ഒരു കോൺട്രവേഴ്സ്യൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു സിഗരറ്റ് ഇക്വാലിറ്റി മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കാരണം അതിൻ്റെ യഥാർത്ഥ പേര് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് അത്ര പബ്ലിക്കായിട്ട് പറയാവുന്ന കാര്യമല്ല. അത് വുമൺ സ്മോക്കേഴ്സിനെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിഗരറ്റ് കമ്പനി ഒരു കോൺസ്പിറസി നടത്തിയതിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണത്. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി. പക്ഷേ ആ ഇവൻറ്റ് സക്സസ് ആയില്ല. കാരണം അവർക്ക് മനസ്സിലായി, ആ ലേഡീസിന് മനസ്സിലായി, ഈ ഒരു ഇല്യൂഷനിൽ നിന്ന് പുറത്തു വരണം, ഇതെനിക്ക് ശരിക്കും വേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് അവർ അത് അക്സെപ്റ്റ് ചെയ്യാതെ വിട്ടു. അഡ്വർടൈസ്മെൻറ്റ് ഫെയിലായി. അങ്ങനെ അവർ സ്വയം ഒരു വോൾ ക്രിയേറ്റ് ചെയ്തു, എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ മുതൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ യൂഡമോണിക് ഹാപ്പിനെസ് കൂട്ടുക എന്നുള്ളത്. യൂഡമോണിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഹിഡോണിസ്റ്റിക് ഹാപ്പിനെസ്സിൻ്റെ, അതായത് സുഖലോലുപതയിലുള്ള ഉണ്ടാകുന്ന ഹാപ്പിനെസ്സിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ യൂഡോണിസ്റ്റിക് ഹാപ്പിനെസ് കൂട്ടാനാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ. ഒരു ഹാപ്പിനെസ് കോച്ചായിട്ട്, ഒരു ഹാപ്പിനെസ് ലൈഫ് കോച്ചായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് വേണ്ടത്. നമ്മളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് വേണ്ടത്. അത് അവരെ തെറ്റാണെന്ന് സമ്മതിപ്പിക്കാനുള്ള ക്വസ്റ്റ്യനിങ് അല്ല. നമ്മൾ ഡീപ്പറായിട്ട് അവരുടെ പർപ്പസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്താണ് ഡിസൈർ ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആക്ച്വലി അവരെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ സ്വയം റിഫ്ലക്റ്റ് ആകപ്പെടുകയാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ടാണ് ഹാൻഡിൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈ തരാൻ പോണ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ താഴെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. മനസ്സിൽ ആലോചിക്കുന്നതിൽ ഏറ്റവും നല്ലത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങൾ സ്വയം വേണമെങ്കിൽ പോലും ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ആൻസർ ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിൽ വെക്കുക. ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചാണ്. അതുകൊണ്ട് വളരെ സ്ലോ പ്രോസസ്സ് ആയിരിക്കും. ഈ ചാനലിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന വ്യൂ കൂടുന്ന വളരെ സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ആ സമയത്തിന് സമയം കൊടുക്കുക. വേണ്ടവർ പതുക്കെ സംഭവം വരുള്ളൂ. ഇത്ര സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നും ആർക്കും എടുക്കാൻ വലിയ താല്പര്യമില്ല. ഒന്ന് ആലോചിച്ചാൽ മതി, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റൊണാൾഡോ മെസ്സി ആകാൻ പറ്റുമോ ഫുട്ബോൾ കോച്ചിങ് കൊണ്ട്? പറ്റില്ല. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ വൺ വേ ആണ്. അതുകൊണ്ട് ബെസ്റ്റായിട്ട് ഞാൻ ഈ സീരീസിലെ ഡീറ്റെയിൽസ് തരാൻ നോക്കാം. ഐഡിയലി ഇതൊരു ട്രെയിനിങ് സെഷൻ ആകേണ്ടതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് തരികയാണ്. നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വയം അല്ലെങ്കിൽ ഫ്രണ്ടിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ല ക്ലയൻറ്റിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുമെന്ന് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നത്? ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഡിസൈഴ്സ് ആണോ, അത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് തോന്നിയ ആഗ്രഹങ്ങളാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്.
ഇത് നമ്മളെ കുറേ ഡിസൈഴ്സിനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഹാപ്പിനെസ്സിൽ നിന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന കുറേ ഡിസൈഴ്സിനെ റിലീസ് ചെയ്യും. അത് പക്ഷേ ഈ ഡിസ്കഷൻ പറയുന്നത് ഓപ്പൺ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഓതൻറ്റിക് ആയിരിക്കണം. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അത് ഏതൊക്കെയാണ്? ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ സമയമെടുത്ത് എഴുതേണ്ട കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് എന്നും പറഞ്ഞെന്ന് വരാം. പക്ഷേ അങ്ങനെയല്ല, സമയമെടുത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ സാഹചര്യങ്ങൾ സന്തോഷം തരുന്നു നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മേൽപ്പറഞ്ഞ ഏതെങ്കിലും ആഗ്രഹങ്ങളെ നിങ്ങളുടെ സമൂഹം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വളർന്ന സാഹചര്യം എന്നിവ ഏതെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? ഈ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യുന്നതിൽ ചിലപ്പോൾ ദിവസങ്ങളെടുത്തേ നമുക്കത് ആൻസർ ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ചേഞ്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ആ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് സന്തോഷം വരുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റായ സ്ഥലത്താണ് ചേഞ്ച് അപ്ലൈ ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ നടത്തി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണത്. അത് കാരണം പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വി ഷുഡ് ഡു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടിയാണ് ചെയ്യുന്നത്. അത് വി വാണ്ട് ടു എന്നുള്ള ആറ്റിറ്റ്യൂഡിലെത്തണം. നമ്മളത് ചെയ്യുന്നത് ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ ഒരു കാര്യം കണ്ടിട്ടായിരിക്കും. ബാക്കിയുള്ളവർ അവരുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആണ് നമ്മൾ അവർ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പകർത്താൻ ശ്രമിക്കുന്നുണ്ടാകാം നടക്കുന്നത്. അതല്ലെങ്കിൽ പേടി കൊണ്ടാകും, ഇൻസെക്യൂരിറ്റി കൊണ്ടാകും. നമുക്കുള്ള ഡിസിഷൻസ് നമ്മൾ ബാക്കിയുള്ളവരെ ഡിസൈഡ് ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കുറേ പവർ അവർക്ക് കൊടുത്തു എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഒരു ഇൻട്രോസ്പെക്ഷനോ അല്ലെങ്കിൽ റെട്രോസ്പെക്ഷനോ നടത്താൻ വേണ്ടിയിട്ടുള്ള വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മളൊരു ഡിസൈറിൽ നിന്ന് പിന്മാറാൻ എന്തൊക്കെയാണ് റെസിസ്റ്റൻസ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ചില ക്വസ്റ്റ്യൻസ് നോക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആഗ്രഹം വേണ്ടെന്ന് വെക്കാൻ എന്തൊക്കെ തടസ്സങ്ങളാണോ ഉള്ളത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആലോചിക്കുക. മറ്റുള്ളവരിൽ നിന്നുള്ള പ്രത്യാഘാതങ്ങൾ, അതിനെ പേടിച്ചുകൊണ്ടാണോ നമ്മൾ ആ ഡിസയർ വേണ്ടെന്ന് വെക്കാനുള്ള ആ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്? രണ്ടാമത്തേത് മറ്റുള്ള ആളെ വേദനിപ്പിച്ചേക്കാം എന്ന കുറ്റബോധമാണോ? ഇതിനെല്ലാം യെസ് ഓർ നോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നേരത്തെ പോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനെയർ ആയിട്ട് വെക്കുക. മൂന്നാമത്തെ, മറ്റൊരാളെ നിരാശപ്പെടുത്തിയേക്കാം എന്ന കുറ്റബോധമാണോ? നാലാമത്തെ, നമ്മൾ വിധിക്കപ്പെടുമോ, മറ്റുള്ളവരാൽ വിധിക്കപ്പെടുമോ, വിമർശിക്കപ്പെടുമോ, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുമോ, ക്രിട്ടിസൈസ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ എന്നൊക്കെയുള്ള ആ ഭയമാണോ? ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ എല്ലാം ടെംപ്ലേറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ സ്ക്രീനിൽ കൂടെ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, ഡിസിഷൻ കൊടുക്കുന്ന വേറൊരാൾക്കാണെങ്കിൽ നമ്മൾ പവറും കൂടെ അവർക്ക് കൊടുക്കുന്നതിന് ഇക്വലൻ്റ് ആണ്. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്തുമാത്രം പവർ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു സിനിമയാണെന്ന് കൂട്ടുക. നമ്മൾ ആ സിനിമയിൽ, നമ്മുടെ ജീവിതമാകുന്ന സിനിമയിൽ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് സ്ക്രീൻ പ്ലേ ചെയ്യിക്കുമോ, തിരക്കഥയിലിരിക്കുമോ, സംഭാഷണം എഴുതിക്കുമോ? ഇല്ല, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ ചെയ്യാൻ നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്രയും അവർക്ക് കൊടുക്കുകയാണ്. നമ്മളെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണെന്നാണ് എൻ്റെ അർത്ഥം. എമ്പതി നല്ലതാണ്, സമ്മതിച്ചു. പക്ഷേ നമ്മൾ സെയിം ടൈം നമ്മൾ സ്വയം മാസ്റ്റർ ചെയ്യാൻ വേണം. അടുത്തൊരു സെറ്റ് ഓഫ് ഷീറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ പറയാൻ പോകുന്ന കൺട്രോളുകൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ സമ്മതമാണോ എന്ന് എഴുതി വെക്കുക. ഒന്നാമത്തെ കാര്യം, ഉപജീവനത്തിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ സമ്മതിക്കുക. എഴുതുക, പ്രിൻ്റ് എടുത്ത് സമയമെടുത്ത് ആലോചിച്ച് എഴുതുക. ഇതൊരു അനാലിസിസാണ് നമ്മൾ നടത്തുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുമ്പോൾ നമുക്കൊരു ഉൾവിളി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജീവിക്കുന്ന ഇടം നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ നിങ്ങൾ അനുവദിക്കുമോ? ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക, നമ്മളറിയാതെ ഇക്കാര്യങ്ങളെല്ലാം മറ്റുള്ളവരാണ് നമുക്ക് വേണ്ടി ചെയ്തിരുന്നതെന്ന്, നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നില്ല എന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എന്ത് ധരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ നിങ്ങൾ സമ്മതിക്കുമോ? നമ്മുടെ ഡ്രസ്സ് നമ്മൾ തന്നെയാണോ എടുക്കുന്നത്, അതോ മറ്റുള്ളവരുടെ കണ്ടിട്ടാണോ നമ്മൾ എടുക്കുന്നത്? 100 രൂപയുടെ പാങ്ങയുള്ളെങ്കിൽ മറ്റുള്ളവരുടെ കണ്ട് 500 രൂപയുടെ ഡ്രസ്സാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ നിങ്ങൾ സമ്മതിക്കുമോ? ബാക്കിയുള്ളവർ പോഷ് ക്ലബ്ബിൽ മെമ്പർഷിപ്പ്, അതുകൊണ്ട് എനിക്കും പോകണം എന്ന് നമ്മൾ തീരുമാനിക്കൂ.
നിങ്ങൾ ആരെ വിവാഹം ചെയ്യണമെന്ന് നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ അനുവദിക്കുമോ? ഈ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മറ്റുള്ളവരുടെ കുട്ടികൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്? മറ്റുള്ളവരെ കണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുകയാണെങ്കിൽ നമ്മൾ അവർക്ക് നിയന്ത്രണം കൊടുത്തു തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വിശ്വാസങ്ങളെ നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ നിങ്ങൾ സമ്മതിക്കുമോ? ആ വിശ്വാസങ്ങൾ പറയുന്നത് റിലീജിയസോ ഫിസിക്കലോ സയൻറ്റിഫിക്കോ എന്തും ആകാം. നിങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ സമ്മതിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ നിങ്ങൾ സമ്മതിക്കുമോ? ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും പല കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, മറ്റുള്ളവരെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്കിതൊന്നും അല്ല വേണ്ടത് ശരിക്കും, പക്ഷേ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഫോഴ്സ്ഡായി, അവരാണ് നമുക്ക് വേണ്ടി ഡിസിഷൻ എടുത്തത് നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ കഴിവുകളെയോ അതിൻ്റെ പരിധിയോ നിങ്ങളുടെ പാഷനെയോ നിയന്ത്രിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ സമ്മതിക്കുമോ? ഈ കാര്യങ്ങളെല്ലാം ആൻസർ ചെയ്യുക. ഈ എക്സസൈസും പറയുന്നത് നമുക്ക് നമ്മുടെ ഡിസയർ ലെയർ ഒന്ന് ഈസപ്പ് ചെയ്യാൻ സഹായിക്കും. ഒരു 1-2 വീഡിയോയും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡിസയർ ലെയർ കഴിയും. അപ്പം അടുത്ത ആഴ്ചത്തേക്ക് സ്റ്റേ ട്യൂൺഡ് ചെയ്ത് നിൽക്കുക, ഈ എക്സസൈസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. സോ until we meet next time with another video, stay happy, keep smiling, bye bye. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ ചാനൽ അവർക്ക് ഷെയർ ചെയ്യുക. അവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ, ടോക്സ് ഫ്രീ പോസിറ്റിവിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും.